കുളിപ്പാട്ടിലൂടെ മറിച്ചാലും മാത്തു ജനാപത്തായിട്ടില്ലെങ്കിൽ ഉദാഹരണക്ക് ജാവുകായിട്ടിക്കരയിൽ മരിക്കര്. അപ്പൊ യഥാർത്ഥത്തില് അതില് ജനാപത്ത് കാരണ അല്ലമാ ചെന്നിട്ട് ഔത്തങ്ങ കുന്തിക്കരുത്. അങ്ങനെ ഇക്കുമ്പോ ചില ഔത്തര് ചില കടിപിടിയായിട്ടിക്കര് എന്തിനാ ചെന്നിട്ടെങ്കിൽ അയാല് ഒരു ജനാപത്ത് കാരണം പോവാ കുളിപ്പാട്ട പുത്രത്തില് നീയത്തുള്ള ജനാപത്രത്തൊന്ന് ബീക്കോറ് ചെന്നിട്ട് ചില മോത്തിലും അങ്ങനത്തെ ഒരു ചൊത്തുണ്ട്. യഥാർത്ഥത്തില് മറിച്ചാൾക്ക് ജനാപത്തിലെ ആ വിഷയൊന്നും പുറത്തു ചൊല്ലുകൊണ്ടൊന്നും ഇല്ല. അത് ജനാപത്തായിട്ട് ഇന്നുണ്ടെങ്കിൽ പോലും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്തിലിപ്പോ കുലിപ്പാട്ട് പൊറലായ കുലിയായിട്ടിക്കരുത്. അപ്പൊ ആ പൊറലായ കുലി അതിലെന്തിനാവിടൂ എല്ലാം വയ്യാവിടൂ ആയ കാരണത്തിൽ അത് പ്രത്യേകമായിട്ടും എന്താക്കൊണ്ടില്ല ചൊല്ലുകൊണ്ടില്ല ചെന്നിട്ടായിട്ടിക്കര് ഇസ്ലാമിയുടെ നിയമം അങ്ങനെ ആയിട്ടിക്കും. ഇനി മറിച്ചൽ പിന്നെ യഥാർത്ഥമായിട്ടും ഒരുത്തരെ തറവാടരകായിട്ട് കബറു ചൊല്ലത്. സാധാരണ ഞങ്ങ ചൊല്ല് ഞങ്ങളെ തറവാടരക ഏത് ചൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അജ്ജുമ്മടെ ഔത്ത് ചൊല്ല് ഞങ്ങൾ തറവാടരക ചൊന്നിട്ടായിട്ട് അല്ല. യഥാർത്ഥത്തില് ഒരു മുഅ്മിനായ മനുഷ്യരുടെ തറവാടരക അവന്റെ ഖബറായിട്ടിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദുനിയാവില് ജീവിച്ചതിരക്കാണ് യാറ അല്ലെങ്കിൽ ദുനിയാവിന്റെ മേലില് ഭൂമിയുടെ മേലില് ഇതിന്റെ മേലിൽ കിടന്നതിരക്കാണ് യാറ പോയിട്ട് ഖബറിൽ കിടക്കണുകൊണ്ട് എത്രമാ വർഷ ഖിയാമത്തിനാലത്തോളം ഞങ്ങൾ ഖബറിൽ കിടക്കണുകൊണ്ട്. അങ്ങനെ ഇക്കുമ്പത്തുക ആ ഖബറായിട്ടിക്കര് യഥാർത്ഥമായിട്ടുള്ള ഞങ്ങള് തറവാടൊരു ജാഗച്ചുണ്ടത്. നിങ്ങൾ കേട്ടിട്ടിക്കുവാനും ചില ആൾമാർ ഞങ്ങളെ മദനി നഗരത്തിൽ ജീവിക്കരേ മദൻ നഗരത്തിലേ ഇക്കരേ ലാസ്റ്റ് കായല്ല ഖബർ ഏതോ ഒരു ജാഗയിലായിട്ടിരിക്കും. അല്ലണ്ടെങ്കിൽ ഏതോ ഒരു ജാഗിരോണ് വന്നിട്ട് അവന്റെ ഖബറ് മദൻ നഗരത്തിലായിട്ടിരിക്കും. ഇങ്ങനെ ഒരു മനുഷ്യരുടെ ഖബർ എവിടെ ചെന്നിട്ട് ആർക്കും ചൊല്ലുണ്ടാവില്ല. അതല്ലേ ഞങ്ങ ഖബറിന്റെ അവിടെ പോയിണ്ടെങ്കിൽ ഞങ്ങൾ സലാം ചൊല്ല എന്തിനായിട്ട് അങ്ങനെ സലാം ചൊല്ല് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ അവിടെ ചൊല്ലുന്ന ഖണ്ഡിതമായിട്ടും അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ജാഗയെ ഞങ്ങൾ എത്തുവാ ചെന്നിട്ടായിട്ടിരിക്കും. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഇതേ ജാഗ എത്തോണ്ടൊന്നും ഇല്ല. ഇപ്പൊ മദനഗരത്തിൽ എല്ലാ ആൾമാരും മദനഗരത്തിലേക്ക് കിടക്കൊണ്ടൊന്നും ഇല്ല. ചിലപ്പോ ഗൾഫ് ഗൾഫിലായിട്ടിക്കൊണ്ട് ഖബർ, ചിലപ്പോ മദീനത്തെ ഖബർസ്ഥാനത്തിലായിട്ടിരിക്കും. ആരതും എവിടും ചൊല്ലുകാവില്ല. ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മദീനത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ടുണ്ട്. നടന്നുകൊണ്ട് പോയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ആൾമാർ അവിടെ ഖബർസ്ഥാനത്ത് അവിടെ ഒരു ഖബറിങ്ങനെ എടുത്തോണ്ടുള്ള അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എടുത്ത് ആറ് മിനിറ്റ് നിങ്ങൾ ഖബറെടുത്തോണ്ടില്ല ചെന്ന് എടുത്ത് ആർക്ക് നിങ്ങൾ ഖബറെടുത്തോണ്ടുള്ള അപ്പ ആ ഖബറെടുക്കാൻ ചൊന്നാല് ഹബശി ഖദിമ ഫമാത് ഹബശീനിയ ചൊല്ലൊരായത്തെ അബിഷീനിയ ചെന്നുണ്ടെങ്കിൽ ഇന്ത്യപ്പ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യപ്പ അത് ലൊക്കേറ്റഡ് ഇവിടെ ചെന്നുണ്ടെങ്കിൽ ആഫ്രിക്കത്തെ പൂർവ്വഭാഗത്തിലായിട്ട് വെസ്റ്റേൺ ഭാഗത്തിലായിട്ട് ഈ ഹബശീനിയ ചൊല്ല്. ആ ഹബശിയ ചൊല്ലൊരു ആയത്തെ അയാൾ മദീനത്ത് വന്നിട്ട് അയാൾ വേണ്ടിയിട്ടുള്ള ഖബറെടുക്കരെ ചെന്നിട്ടായിട്ട് അവിടെ ഖബറെടുക്കറങ്ങ ചൊന്നാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നൊരു പലക്കൊണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഇല തുർബത്തി അല്ലതി ഖുലിഖ മിൻഹാ. അവനു ഏതോ റായത്തെ അവന്റെ പടക്കപ്പെട്ട് അവന്റെ പടച്ച് അതേ മണ്ണ് അല്ലാഹു അതേ മണ്ണ് അവൻ എത്തിയല്ലേ ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെ ഏതേ ഒരു റായത്തെ മനുഷ്യ അവന്റെ ഏത് മണ്ണിൽ പഠിച്ചാലും അതേ മണ്ണ് അവൻ എത്തിപ്പോയല്ലേ ചെന്നിട്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുണ്ടായെങ്കിൽ ഞങ്ങൾ അല്ലാഹു സൃഷ്ടിയാക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ ഖബർ ഞങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു വെച്ചിട്ടായിട്ട് എവിടെ ഞങ്ങളെ പൊക്കുള്ള ഭാഗത്തില് അല്ലാഹു വെച്ചിട്ടായിട്ട് ഇമാം സയ്യിദ് റളിയല്ലാഹു കിതാബിൽ പഠിപ്പാട്ടുണ്ട്. ഞങ്ങളെ പെത്തപ്പമേ ഇപ്പൊ ഞങ്ങൾ ഇത്ര അഹങ്കാരം കാട്ടി നടക്കുന്നുണ്ടായെങ്കിലും ഖബറിന്റെ മണ്ണ് പുറത്തിട്ടായിട്ട് ഞങ്ങൾ നടന്നോണ്ടില്ലേ എവിടുണ്ടു ഒഫി സുറത്തിഹി ചെന്നിട്ടായിട്ട് ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു മാ മിൻ മൗലൂദിൻ
യൂലദു വബില്ലാഹു ഫീ സുറത്തിഹി മിൻ തുർബത്തിൽ അർളി ലത്തി യമൂതു ഫീഹാ. അവന്റെ ഏത് ജാഗയിലായിട്ട് അവന്റെ കബറെടുക്കരമ ആ കബറിന്റെ മണ്ണ് അവന്റെ പൊക്കുല്ല അവിടെ ഉണ്ട് ചൊന്നിട്ടായിട്ടിരിക്കും. എന്റെ പൊക്കുല്ല അവിടെ എവിടുണ്ട് മണ്ണ് ചൊന്നിട്ട് അത് തേടുകൊന്നും പോകണ്ട. അള്ളാഹു അത് കിട്ടാക്കി വെച്ചതായിട്ടിരിക്കും. അതേ ജാഗയായിട്ടിരിക്കുന്ന ആ മനുഷ്യ എത്ര ചൊന്നിട്ടായിട്ടിരിക്കര് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഹദീസുണ്ട്. ഒരു മനുഷ്യ മാത്തു മരിക്കുമ്പത്തുക ഏത് ജാഗയിൽ ചൊന്നിട്ട് അള്ളാഹു നിശ്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജാഗ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ അള്ളാഹോട് എത്തുപാട്ട് ചൊന്നിട്ടായിട്ടിരിക്കരുത്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അതേ ജാഗയിലായിട്ട് ഇതാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. ഇന്ന ജാഗയിൽ അവന്റെ ഖബറിന്റെ മണ്ണ് ഇങ്ങണ്ടായെങ്കിൽ ആ ജാഗ എന്തോ ഒരു അത്യാവശ്യമായ കാര്യത്തോടെ എത്തുക ചൊന്നിട്ടായിട്ട്. പ്രായത്തിൽ കുറെ വർഷം എന്നിട്ട് ചില ആൾമാരുള്ള ആള് ഒരേ വർഷം എന്നിട്ട് ഗൾഫ് പോയിട്ടായിട്ട് മരിക്കരുത്. അത്രത്തോളം പ്രായത്തിൽ എന്തോ ആയിട്ടില്ല പോവാ, നല്ല ആരോഗ്യത്തിൽ നിന്നാ ഗൾഫ് പോയിട്ടായിട്ട് മരിക്കരുത്. ആ മരിക്കൊടുകേ പോയ പോലെ ആയിട്ടിക്കരുത്. ആര് പേരിക്കരുത് ആര് ചൊല്ലുന്നതിരെ അവൻ മരിക്കൊടുകയായിട്ടേ വന്നിട്ടില്ല പോവാടെ അവിടെ പോയിട്ടില്ല. അല്ലണ്ടെങ്കിൽ ഒരേ വർഷം ഗൾഫിൽ നിന്നിട്ട് റായത്ത് വന്നിട്ട് 2-4 ആയിട്ടിക്കര് മരിക്കരുത്. അപ്പൊ ആര് ചൊല്ലാറ് മരിക്കുന്ന വരെയിട്ടേ അവൻ വന്ന പോലെ ചൊന്നിട്ടായിട്ടിക്കരുത്. എന്റെ കാരണം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു തആല ഒരു മനുഷ്യ ഇന്ന ജാഗയിൽ അല്ലേ അവന്റെ കബറിന്റെ മണ്ണ് എവിടെയുള്ളമ അതേ ജാഗയിൽ മരിക്കുമ്പോ അവൻ എത്ര ചൊന്നിട്ടായിട്ട് ആ കബർ നമുക്ക് എത്ര ചൊന്നിട്ടായിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിട്ടിക പടിപ്പാട്ട്. ഇങ്ങനെ ഈ കബർ അത് പ്രത്യേകമായിട്ടും ഓർക്കണോ ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നി എപ്പോഴും നിങ്ങ കബറിനെ ഓർക്കോറു. ആ കബർ നിങ്ങളിട്ടിക നാൽക്കും പലക്കവരിൽ ചൊന്നിട്ടായിട്ട് ഒരു മനുഷ്യനിട്ടിക ഡെയിലി അവന്റെ കബർ ഫേസ് ആക്കട് അവന്റെ കബർ അവനിട്ടിക മുണ്ടു ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. ആ കബർ ചൊല്ലൂല അന ബൈത്തുൽ ഗുർബ അന ബൈത്തുൽ വഹദ അന ബൈത്തുൽ തുറാബ് വാന ബൈത്തുൽ ദൂദ്. മനുഷ്യ നാന് ഏകാന്തമായ ഒരു ജാഗയായിട്ടിരിക്കുന്ന നാണ്. അതേപോലെ അന ബൈത്തുൽ വഹദ ആരും ഇല്ല നിക്കൂടെ ഇത്രത്തോളം നീന് നിന്റെ പിഞ്ഞായിരിട്ടുകയും നിന്റെ മക്കളിട്ടുകയും നിന്റെ കൂട്ടുകുടുംബത്തെയും ചങ്ങായിമാരെ ഒട്ടിക്കുമ്പോൾ നീ കടന്ന് ആയെങ്കിൽ ആ കൂടെ അങ്ങനെ ഇല്ല. ഇത് ഏകാന്തമായ ജാഗയായിട്ടിരിക്കരുത്. അതേപോലെ അന ബൈത്തുൽ തുറാബ് നീൻ ഔത്തിൽ കിടക്കുമ്പോ നിക്ക് ബെഡ്ഷീറ്റ് വേണിന്ത് അല്ലണ്ടെങ്കിൽ നിക്ക് ബല ബല ബെഡ് വേണിന്ത് ബ്ലാങ്കറ്റ് വേണിന്ത്. ഇത് അങ്ങനത്തെ ജാഗയല്ല. അന ബൈത്തുൽ തുറാബ് ನಾನು ಮಣ್ಣಿನ ಜಾಗ ಇಟ್ಟಿಕ್ಕಿರ ನಾನು ಮಣ್ಣಿನ ಜಾಗ ಇಟ್ಟಿಕ್ಕಿರ ಊಡೊಂದು ನಿಕ್ಕಿ ವಿಚಾರಿಸ ಬೋಲದೊಂದು ನಿಕ್ಕಿಟ್ಟಲ ವಾನ ಬೈತು ದೂದ್ ನಾನು ಪುಲುಂಗಲ ಜಾಗ ಇಟ್ಟಿಕ್ಕಿರ ಬೆಲೆ ಬೆಲೆ ವಿಷಜಂತುಗಳ ಜಾಗ ಇಟ್ಟಿಕ್ಕಿರ ನಾನು ഊടെ വന്നിട്ട് നിക്ക് ആരാംസ നിക്ക് കിട്ടണ നിക്ക് റാഹത്ത് നിക്ക് കിട്ടണ എന്നിട്ടെങ്കിൽ ഭൂമിയുടെ മേൽ നീ നടക്കുമ്പോ നല്ലതാക്കിട്ട് നടാ ചെന്നിട്ടു ആ കബറ് ഞങ്ങളെ മുട്ട വളക്കവരി ചെന്നിട്ടായിട്ടിക്കര് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളെ മുന്നൊരു പൊടിപ്പാട്ടിത്ത് ഇങ്ങനെ നോക്കൊരു ഉറക്ക അനസല്ലാന്ന് ചൊല്ലു ഉറക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിട്ടിക ജണ്ട് ജാവുടെ വിഷയ ചൊന്നിട്ടു നബി തങ്ങൾ കേട്ടിട്ട് ജണ്ട് ജാവും അങ്ങനത്തെ ഒരു ജണ്ട് പോലും ഇക്കല അങ്ങനത്തെ ഒരു ജണ്ട് ജാവും ഇക്കല അങ്ങനത്തെ ഒരു ജണ്ട് ജാവുടെയും അങ്ങനത്തെ ഒരു ജണ്ട് പോലെയും വിഷയ നാണിങ്ങ ചൊന്തർട്ടാ ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബത്തിന് കേട്ടിട്ട് അപ്പ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഒരു മനുഷ്യക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ബണ്ട അവനോ പടച്ചറബ് തൃപ്തിപ്പെട്ടവണ അല്ലെങ്കിൽ പടച്ചറബ് വേണ്ടിട്ട് അർസുണ്ട ചൊല്ലിട്ട് ആ ഒരു നാല് സുബ്ഹാനല്ലാഹ് അങ്ങനത്തെ ഒരു നാല് വേറൊരു നാല് കലാ ചൊന്നിട്ടായിട്ടിക്കരു ഒന്നാമത്തെ നാല് അള്ളാഹു വേണ്ടിട്ട് തൃപ്തിയുള്ളാണ് ഇല്ലേ ചൊല്ലേ അങ്ങനത്തെ ഒരു നാല് ഒരു മനുഷ്യക്ക് പറഞ്ഞുകൊണ്ട് ചൊന്നിട്ടായിട്ടിക്കരു രണ്ടാമത്തെ ഒരു നാല് ഏത് ചൊന്നിട്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ നാല് വയൗമ തഖിഫു ഫീഹി ബൈന യദയില്ല നാളെ റബ്ബുടെ മുന്നിൽ നിൽക്കൊണ്ടുകൊണ്ടു ആ റബ്ബുടെ മുന്നിൽ നിൽക്കുമ്പോത്തുക നിന്റെ ആയുഷ്കാലത്തിൽ നീനാക്കി എല്ലാ ടോട്ടലി റിപ്പോർട്ട്സ് അല്ലാഹു തആല നിന്റെ മുന്നിൽ സമർപ്പണാക്കൊണ്ടുകൊണ്ടു ഇനി എത്ര 60 വർഷം മിഞ്ചിരായിട്ടിക്കും അല്ലെങ്കിൽ 70 വർഷം മിഞ്ചിരായിട്ടിക്കും ഈ 70 വർഷം മിഞ്ചിട്ട് റബ്ബുടെ മുന്നിൽ പോണ്ട ഒരു നാളില് അള്ളാഹു നിന്റെ ജഡ്ജിമെന്റ് ആക്കുമ്പോത്തുക നിന്റെ കിതാബിത നിന്റെ കയ്യിൽ തണ്ട ആ ടൈമില ചില ആൾമാര് വലത്തെ കയ്യിലും ചില ആൾമാര് ഇടത്തെ കയ്യിലും അള്ളാഹു കിതാബ് കൊടുക്കണം ഇങ്ങനത്തെ ഒരു നിമിഷങ്ങ മറക്കൊണുകാവാത്ത 4 ചൊന്നിട്ടായിട്ടിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഇത് ജണ്ട് ജാവായിട്ടിക്കരുത്
ഇത് രണ്ട് പോലായിട്ടിക്കര് പിന്നെ രണ്ട് ജാവേദ് ചൊല്ലുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു വലൈലത്തും ബിബൈത്തിൽ മയ്യിത്ത് ഫീ ഖബ്രി അതെ വലൈലത്തുൻ യബീത്തുൽ മയ്യിത്ത് ഫീ ഖബ്രി ഒരു മരിച്ച ആള് അവന്റെ ഖബറിൽ പോയിട്ട് ഫസ്റ്റ് ജാവ് കിടക്കില്ലേ അത് അവനെ കൊണ്ട് സാധ്യമാവാത്തൊരു കിടത്തായിട്ടിക്കര് അങ്ങനത്തെ ഒരു കിടത്ത അവന്റെ ജീവിതത്തില് ഇനി കിടന്നിട്ടേക്കല അതൊരു ജാവായിട്ടിക്കര് എന്നിട്ട് മാത്രല്ല പിന്നൊരു ജാവ് ഏത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി മരിച്ച ആള് ഖബറിൽ കിടന്നിട്ട് കുറെ വർഷമായാൽ പിന്നെ ഖിയാമത്ത് അവൻ കൊണ്ടു അതിൽ പിന്നെ ജാവ അവനക്കില്ല അങ്ങനത്തെ ഒരു ജാവ് ഈ 6 മറക്കൊടുക്കാവാത്ത ജാവ് ചെന്നിട്ടായിട്ടിക്കര് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾ മുന്നോട്ട് പഠിപ്പാടിച്ചു എന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഖബർ എത്ര ഡീപ്പായിട്ട് വേണു അതായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കുള്ളാറ് ഒരു മനുഷ്യയുടെ ഖബറു ചൊല്ലത് അവനു എത്ര ഡീപ്പായിട്ടിക്കൊന്നു കുലിയായിട്ടിക്കൊന്നു ചെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മനുഷ്യ ചെന്നുണ്ടെങ്കിൽ ചൊമ്മ ഉദ്ദോ ചൊമ്മ കുർദു അല്ല മിഡിൽ മാൻ ആ ഖബറെ തായ് ഖബറെ നിന്നുണ്ടെങ്കിൽ മേലവണ് കൈ ഇങ്ങനെ ഉദ്ദാക്കിണ്ടെങ്കിൽ ഭൂമിക്ക് ലെവൽ അവിടെ എത്ര ഡീപ്പായിട്ട് ಬೇನು ಚುಂದಿಟ್ಟಿಕ್ಕಿರು ಸರಿಸುಮಾರು 6.25 ಫೀಟ್ ಆಯ್ತಿಕ್ಕಿರು ಎತ್ತರ 6.25 ಫೀಟ್ ಎವ್ಡ್ರೆ തായ കബറിന്റെ മേൽത്തോലും അപ്പൊ അവിടെ കിതാബിൽ ചൊല്ലുകയാണ് ചെന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ആള് തായ കബറിൽ നിന്നിട്ടെങ്കിൽ കൈ ഇങ്ങനെ മേലുദ്ധാക്കിണ്ടെങ്കിൽ ഭൂമിക്ക് ലെവലാവും ഇതായിട്ടിക്കര് ഖബറിന്റെ പൂർണ്ണമായ രൂപം ഇത് ചെന്നിട്ടായിട്ടിക്കര് ഇമാമിങ്ങ അങ്ങനെ കിതാബില് പഠിപ്പാട്ടാറ് ഇനിയിപ്പോ അങ്ങനല്ല ഇത് പൂർണ്ണമായ രൂപമെങ്കിൽ ചെറിയ രൂപം എങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഖബറില് ഉള്ള മയ്യത്തിനെ മന പുറത്ത് കടിക്കൊണ്ട് കുത്തിയറാം നായിക അല്ലെങ്കിൽ ബാക്കി എന്തും മൃഗത്തിക്ക് പിന്നെ മത്സരത്തിലെ അവസ്ഥക്ക് എത്തുതീരാം അതായിട്ടിക്കര് ചെറിയ രൂപ ആയെങ്കിൽ പരിപൂർണമായ രൂപാക്കളായിട്ടിക്കര് പൂർത്തിയായ രൂപ ചെന്ന പോലെ 6.25 ഫീറ്റ് ആയിട്ടിക്കര് ഏറ്റവും നല്ലതായിട്ടിക്കര് ചൊന്നിട്ടായിട്ടിക്കര് പണ്ഡിതന്മാർ പഠിപ്പാട്ട് അങ്ങനെ ഈ ഖബറെടുക്കുമ്പോത്തുക ഖബറിന്റെ ഉൾഗത്തെ ഭാഗത്തിൽ വിശാലക്കൊണുകും അതും പ്രത്യേകമായിട്ടും സുന്നത്തുണ്ടു മാത്രമല്ല തലയുടെ ഭാഗത്തില് തെല്ല് പില്ലോ പലാക്കൊണുകും സുന്നത്തുണ്ടു ചൊന്നിട്ടായിട്ടിക്കര് ഇതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലയുടെ ഭാഗ ഇല്ലണ്ടെങ്കിൽ ഇങ്ങനെ ബെൻഡായിട്ട് പോണ്ടു വേണ്ടിട്ട് തലയുടെ ഭാഗത്തിൽ തെല്ല് പില്ലോ പോലെ ഖബറിലാക്കൊണുകും സുന്നത്തുണ്ടു ആ ഖബറ് അവിടെ പോയിട്ട് പില്ലോ എടുത്ത് ബെയ്ക്കലല്ല മണ്ണെടുത്ത് പില്ലോ ആയിട്ട് ആക്കടെ ഇനി സാധാരണ മയ്യത്ത് കട്ടിലെടുക്കും പള്ളിയിൽ നിസ്കരിച്ചിട്ട് ഖബറിന്റെ അവിടെ ഞങ്ങൾ കട്ടിലെടുത്ത പോകണ്ട മയ്യത്തില് അങ്ങനെ കട്ടിലെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ കട്ടിൽ എവിടെ നിപ്പാട്ടണോ ഇത് ചൊമ്മത്തെ ആൾമാർ ഗുരുത്തില്ലാത്ത വിഷയമായിട്ടിരിക്കുന്നത് സാധാരണ ആൾമാർ എന്താക്കണമെങ്കിൽ ഖബർ എവിടെ ഉണ്ടോ ആ ഖബർ ലെവൽ ആക്കിയിട്ട് ഇങ്ങനെ നിപ്പാട്ടാറ് മയ്യത്തിന് കട്ടിയിൽ അർത്ഥമായിട്ടില്ല അങ്ങനെയുണ്ട് ഖബർ ഇപ്പൊ ഇങ്ങനെ ഖബർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ കൊമ്പോയിട്ടായിട്ട് ബൈക്കല് എന്ത് എടുക്കണു സ്വഭാവം അവിടെ അല്ലേ ഉണ്ട് അർത്ഥം അവിടെ തന്നെ ഉണ്ട് യഥാർത്ഥത്തില് മയ്യത്തരെ കട്ടിൽ എവിടെ വെക്കണമെന്നുണ്ട അല്ല സ്ട്രെച്ചർ എവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ മയ്യത്ത് കിടന്നിട്ടെങ്കിൽ കാല് ഏത് ജാഗയിൽ നിൽക്കറ ആ ജാഗയിൽ തലയുടെ നിപ്പാടണം ഉദാഹരണക്ക് ഇപ്പൊ കിബിലത്തിന് തിരിയുമ്പത്തുക ആ കിബിലത്തിന് ഇപ്പൊ മയ്യത്തിന് ഇങ്ങനെ ആയിട്ടിക്കര് ഭക്തൊമ്പത്തുക മയ്യത്തിന് കാലൂടെ ആയിട്ടിക്കര് നിക്കര് നാളെ റൈറ്റ് സൈഡില് അങ്ങനെ ഈ കാല് നിക്കര് ജാഗയിലായിട്ടിക്കണു മയ്യത്തിനെ സ്ട്രെച്ചറിൽ വന്ന് തലയുടെ കൂടെ നിപ്പാടണം അർത്ഥമായിട്ടുണ്ട് എന്നിട്ടായിട്ടിക്കണോ ഔട്ടറായിട്ടിക്കണോ ഇങ്ങനെ ഊരണോ ചെന്നിട്ടായിട്ടിക്കണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട് ഇവരൊക്കെ ഒന്നേജാനുണ്ട് ആ പിന്നെ എങ്ങനല്ല റായത്തിൽ നടക്കും പോലെ മിഡിലില് മയ്യത്തെടുക്കും പോയിട്ട് ഔട്ടമേ ഇരിക്കലല്ല ആ അർത്ഥമായിട്ടില്ല അല്ല യുദ്ധത്തിൽ കൊമ്പോണ്ട് ആവിടും ആ സുലാബ് അവിടെ എല്ലാം ഉണ്ട് യഥാർത്ഥത്തിൽ സുന്നത്തായ ക്രമം അങ്ങനല്ല സുന്നത്തായ ക്രമം ഏത് ചെന്നെങ്കിൽ മയ്യത്തിനെ കാലയോടെ നിൽക്കറ അവിടെ എന്താക്കണം മയ്യത്തിനെ തിരിക്കണം തിരിച്ചിട്ട് ആ തല മയ്യത്തിനെ ഔട്ടായിട്ടിങ്ങനെ ഇങ്ങനെ ഊരത് അർത്ഥമായിട്ട് ഔട്ട് ഇങ്ങനെ ഊരണം ചൊന്നിട്ടായിട്ടിക്കരുത് ഇനിയിപ്പ ഈ ഖബറിൽ ഇൽഡ ആൾമാർ ചിലപ്പോ ഒരാൾ മയ്യാവിടും ചെറിയ കിടാവിടെ മയ്യത്തുണ്ടെങ്കിൽ ഒരാൾ മയ്യാവിടും ഇനിയിപ്പ അല്ലണ്ടെങ്കിൽ ജണ്ടാൽ മയ്യ അവിടെ ഉണ്ടായെങ്കിലും 3 ആളില്ലെന്ന് നല്ല ചൊന്നിട്ടായിട്ടിക്കര് കിതാബില് കണ്ട്
രണ്ടാൾ മയ്യ അവിടെ ഉണ്ടായെങ്കിലും മൂന്നാളിൻ്റെതായിട്ട് നല്ല ചെന്നിട്ടും കിതാബിലും പ്രത്യേകമായിട്ടും സുന്നത്തായിട്ട് പടിപാട്ട് ഒരു വിഷയമായിട്ട് പിന്നെ ഈ മയ്യത്തിരെ ഞങ്ങെന്താക്കട മയ്യത്തിരെ സ്ട്രെച്ചർ എടുത്തിട്ട് തലയോടിക്കറ് കാൽ പക്കയ്ക്കറ് അവിടെ ഇങ്ങനെ എടുത്തിട്ട് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി ചെന്നിട്ടും എന്നാക്കട തായക്കബർക്ക് മയ്യത്തിലിക്കറ ഇരിച്ചിട്ട മയ്യത്ത് കിബിലത്തിന് തിരിക്കണം. ചൊമ്മത്തെ മുഖത്തോളം മയ്യത്ത് കിബിലത്ത് തിരിക്കില്ല. ഒരു മയ്യത്തിനെ മാത്രം കിബിലത്ത് മാത്രം തിരിച്ചിട്ടില്ലാത്തുള്ള വിഷയ എപ്പോ കൊന്തൈത്ത് കബറടക്കൽ പിന്നെ കൊന്തൈത്ത് മയ്യത്തിനെ കിബിലത്ത് തിരിച്ചിട്ടില്ല പോലാണ്ട് അല്ലെങ്കിൽ ഒരാൾ വിട്ടിട്ട് കൊന്തായി സമ തിരിച്ചിട്ടില്ല പോലാണ്ട് എന്നിട്ടായെങ്കിൽ രണ്ടാമത്ത് അതിനെ തോണ്ടിയിട്ട് ആ മണ്ണെല്ലാം എടുത്തിട്ട് കിബിലത്ത് തിരിച്ച് വളർത്തുണക്കൂ നിർബന്ധമായിട്ടിരിക്കുന്നു. അത് എവിടത്തോളം ചെന്നിട്ടുണ്ടെങ്കിൽ മയ്യത്ത് അതിന് ചേഞ്ചസ് അല്ലെന്നുണ്ടെങ്കിൽ ആ മയ്യത്തിനെ മണമന്റെ ആ ഒരു പരിസ്ഥിതിക്ക് എത്രയ്ക്ക് മുതൽ ഉണ്ടായെങ്കിൽ പോയിട്ട് എടുത്തിട്ട് കിബിലത്ത് തിരിക്കുന്നത് കട്ടായ ചെന്നിട്ടായിട്ടിരിക്കും. ചൊമ്മത്തെ മുഖത്തൊരു മയ്യത്തിനെ ഇങ്ങനെ ബലത്തുറതുണ്ടു, എന്തെല്ലാം ടൈപ്പിൽ ബലത്തുറതുണ്ടു. യഥാർത്ഥത്തിൽ ആ മയ്യത്തിനെ ബലത്തുനായി അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ചെന്നിട്ടായിട്ടിരിക്കരുത്. മയ്യത്തിനെ മുഖത്തെ ഭാഗം മണ്ണിಗೆ മണ്ണിಗೆ എന്താക്കണു ടച്ച് ആവണു, കാൽഭാഗവും എതിരെ മണ്ണിಗೆ ടച്ച് ആവണു. എന്നിട്ടാ അപ്പൊ കാൽഭാഗവും അതേപോലെ തലഭാഗവും ഇങ്ങനെ ടച്ച് ആകുമ്പോത്തുക മയ്യത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അർത്ഥം അങ്ങനെയുണ്ട്, ഇങ്ങനെ നിൽക്കുന്ന മയ്യത്ത് അർത്ഥം ഒരു റുക്കു പോയോണ്ട് ആ ഒരു ടൈപ്പിലായിട്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോത്തുക ഈ മയ്യത്തിനെ പിന്നെ തായ് കബർ എന്താക്കടത്തിൽ അകലാക്കുമ്പോത്തുകു ചിലപ്പോ ഇങ്ങനെ ചെറിയ ചാൻസസ് ഉണ്ട് മയ്യത്ത്. അർത്ഥം അവിടെ എങ്ങനെയുണ്ട്? തായ്ക്കവർ അകലുള്ള കാലത്തിൽ ചിലപ്പോ ചെറിയ ചാൻസസ് ഉണ്ട്. അപ്പൊ ചെറിയ ചാൻസസ് ഇന്നുണ്ടായെങ്കിൽ അവിടെ കിതാബിൽ ചൊല്ലുകയാണ് ചെന്നുണ്ടായെങ്കിൽ ഈ ജാഗയ്ക്ക് ഒരു കല്ല് വീക്കൊന്ന് ചെന്നിട്ടായിട്ടിരിക്കും. ഈ ജാഗയ്ക്ക് കല്ല് വെച്ചിട്ട് മയ്യത്തിനെ നേരെ നിപ്പാട്ടൊന്ന് ചെന്നിട്ടായിട്ടിരിക്കും. മയ്യത്തിനെ മുതിര സൈഡിൽ എന്ത് ഇങ്ങനെ മടങ്ങൊത്തി ഇങ്ങനെ പൂലൊത്തിരാ ചെന്നിട്ടായിട്ടിരിക്കും. അപ്പൊ അവിടത്തോളം കിതാബിൽ അവിടെ പാട്ടു. അപ്പൊ എവിടത്തോളം എത്തിയിട്ട് മയ്യത്തിനെ കബറു മയ്യത്തിനെ ബൽത്തിനെ കൊണ്ടായില്ലേ ഇങ്ങനെ ബൽത്തിനെ മുഖ എവിടെ തട്ടണു, എതിരെ മണ്ണ് തട്ടണു. മുഖത്തെ നെത്തി എതിരെ മണ്ണ് തട്ടു, എതിരെ കബറ് എതിരെ മതിലുക തട്ടു, കാലം തട്ടുമ്പത്ത് ഇങ്ങനായിട്ട് കിരിക്കരെ ഒരു കൂടെ ടൈപ്പിലായിട്ട് മയ്യത്തിനെ ബൽത്തിനെ. എന്നിട്ട് ആ മയ്യത്തിനെ കൗലിലവിടെ ഉള്ളിലെ തുണിയെല്ലാം എടുക്കൊണ്ടു എടുത്തിട്ടാ മയ്യത്തിനെ അത്തര ചന്ത നോക്കിക്കൊണ്ടിരുന്നോണ്ട് മയ്യത്തിനെ മുഖത്തെ കൊമ്പോയിട്ട് വെക്കണോ ഇവിടേക്ക് ആ പില്ലോ ഉണ്ടല്ലേ പില്ലോ മണ്ണ് കയറ്റിക്കര് മയ്യത്തിനെ മുഖത്തിട്ടോണ്ട് ചെന്നിട്ടായിട്ട് അർത്ഥം. അപ്പൊ ഐക്യബനായിട്ടിക്കര് ആ മേലിങ്ങനെ തുണി പിടിക്കര്, മേൽ തുണി പിടിക്കില്ലേ, മേൽ തുണി പിടിക്കുന്നതിലേക്ക് മയ്യത്തിനെ കബറിൽ വെച്ചിട്ട് എല്ലാ കെട്ടും ഗിരിക്കൊണ്ടു. അത് ആകാശത്ത് കാണുക അല്ലെങ്കിൽ പക്കി മാത്രമെങ്കിലും പിന്നെ മയ്യത്തിലെ ഉൽഗത്തിൽ തൂറേണ്ട ഇങ്ങനെ അതെന്തോ അല്ല. പിന്നെ ഉൽഗത്തിലുള്ള എല്ലാ കെട്ടും ചെന്നുണ്ടെങ്കിൽ പെണ്ണിങ്ങിലെ അര ഉടുപ്പിക്കും. അര ഉടുപ്പിച്ചെങ്കിൽ അങ്ങനെ എന്തിനും എടുക്കുന്നുണ്ടു എത്ര പെണ്ണിങ്ങ തുണി എത്ര ഏതല്ല 5 തുണി ഏതല്ല ഒന്ന് നടപ്പാക്കണു മാത്രം കേട്ട് എത്ര മുണ്ട് ഓർമുണ്ടോ? ഓർമുണ്ട്. ഒരു കമ്മീസ് 2 തലകെട്ട പെണ്ണിങ്ങ തലകെട്ട് പെണ്ണിങ്ങ വെച്ച് എന്താക്കുവാറ് തല വെക്കണ 3 2 അടിക്ക് വിരിക്കുന്ന തുണി 2 അടിക്ക് വിരിക്കുന്ന തുണി. ഇതിൽ ഏത് വണ്ടിയില്ല ഇനി 2 കെട്ട പെണ്ണിങ്ങക്ക് ഒന്നു നെഞ്ഞിരവിലേക്ക് ചെസ്റ്റ് കെട്ടത്, പിന്നൊന്നു അടികച്ച. ഇത് ഈ കണക്കിൽ വണ്ടിയില്ല. അപ്പൊ ഈ കെട്ടെല്ലാം കബറിൽ എന്താക്കൊണ്ടു മെല്ലെ ഓപ്പൺ ആക്കൊണ്ടു എല്ലാ ഒരു കെട്ടും കബറിൽ കൊണ്ടു തീരാച്ചൊന്നിട്ടായിട്ടിക്കര്. അത് അപശക്കുണായിട്ടിക്കര്, കറാഹത്തും കൂടി ആയിട്ടിക്കര്. അപ്പൊ ഐക്യബനായിട്ടായിട്ടിക്കര് കെട്ട് പുടുപാട്ടുമ്പത്തുക്ക് ചിലപ്പോ മയ്യത്തിരെ പിന്നെ മുഖ കണ്ട വേണ്ട ഇങ്ങനെ കാണ്ട വേണ്ട ചൊല്ലി നിലക്കായിട്ടിക്കര് ഈ തുണി പിടിക്കര്. ചില ആൾമാർ ഈ തുണി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കലുണ്ട്. എന്ത് ഈ മയ്യത്തിനെ നിൽക്കിട കൊണ്ടാവില്ല. ചില ആൾമാർ ഇങ്ങനെ മേലിങ്ങനെ തുണി പിടിക്കര് എന്നിട്ട് ഉൽഗത്തിൽ നിൽക്കല്. യഥാർത്ഥത്തിൽ ഈ തുണി പിടിക്കൊന്നുമില്ലമേ എന്തിരെ ഈ മയ്യത്തിനെ കാണുന്ന തീരാചൊല്ലിയ ഉദ്ദേശത്തിലായിട്ടിക്കര്. അപ്പൊ എന്താക്കണോ തെല്ല് തഗ്ഗുപാടിട്ട് എന്താക്കണം പിടിക്കണായതായിട്ടിക്കര്.
ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ട് ബാക്കി വിഷയം നാളെ ചൊല്ലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനെ പോലെ അർത്ഥാക്കിയിട്ട് ആ നിലക്ക് ജീവിതത്തിൽ അതിന്റെ വിഷയമെല്ലാം പ്രാവർത്തികമാക്കൊണ്ടു അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാരെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷമായ ജീവിതം അല്ലാഹു ആക്കി തരട്ടെ. ആ ഖബർ നരകം കൊണ്ടിട്ട് അല്ലെങ്കിൽ തീ കൊണ്ട് നിറക്കപ്പെട്ട ഖബറാവാണ്ട് അള്ളാഹുടെ സ്വർഗത്തെ എല്ലാ നിയമത്ത് കൊണ്ട് നിറക്കപ്പെട്ട ഖബറായിട്ട് അള്ളാഹു ഞങ്ങളെ ഖബറിനെയും ഞങ്ങളുടെ കുടുംബത്തെ ഖബറിനെയും ഞങ്ങളുടെ ജമാഅത്തിലെ ഖബർസ്ഥാനത്തിലുള്ള എല്ലാ ഖബറാലികളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.